ഞാൻ ചോദിക്കുന്നത് 8 മന്ത്രിമാരാണ് അന്ന് യു പി എ കാലത്തുണ്ടായിരുന്നത്. മലബാറിലുണ്ട്, മധ്യ കേരളത്തിലുണ്ട്, തെക്കൻ കേരളത്തിലുണ്ട്, ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ? നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എന്താ വികസനം ഉണ്ടായത്? പയ്യന്നൂരിൽ എന്താ ഉണ്ടായത്? കോഴിക്കോട് എന്താ ഉണ്ടായത്? ഇനി 2 പേര് ക്യാബിനറ്റ് 2 മന്ത്രിമാർ ആലപ്പുഴ ജില്ലക്കാരാണ്, നിങ്ങൾക്കറിയാലോ. അന്നത്തെ ഞാൻ ആ പേര് വെറുതെ പറയുന്നില്ല. എന്നിട്ട് എന്താ ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് വികസനമാണ് ആ കാലത്തുണ്ടായത്? 2 ക്യാബിനറ്റ് മിനിസ്റ്റർ മാത്രമല്ല, അന്നത്തെ യു പി എ ഭരണത്തെ നിയന്ത്രിച്ചതാണ് അതിലൊരാൾ. എന്താ ഉണ്ടായത്? പക്ഷെ ഇന്ന് ഞങ്ങൾ വികസനത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട്, കേരളത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കുന്നു, കൊണ്ടുവരും. ഇനി എന്താണോ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ആവശ്യം അത് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധ. അത് രാഷ്ട്രീയമൊന്നുമല്ല, വികസനമാണ്. ഞാൻ സംസാരിച്ചല്ലോ, ഞങ്ങൾ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ചെയ്തതെന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർ പോലെ പൊട്ടയായ വാഗ്ദാനമല്ല. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ പറഞ്ഞു, പിന്നെ ഇവിടെ എറണാകുളത്തുനിന്നും പിന്നെ ബാംഗ്ലൂർക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് 8 കോച്ചുകളേ ഉള്ളൂ. യാത്രക്കാരുടെ വിവിധ സംഘടനകളുണ്ട്, ഞങ്ങൾക്കറിയാലോ. മാധ്യമ സുഹൃത്തുക്കൾ എറണാകുളം ഭാഗത്തുള്ള ഞങ്ങളോട് ഇത് പരാതിയുമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വേണ്ടത്ര ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നടപ്പാക്കി, ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ ആദ്യം 100 സ്പെഷ്യൽ ട്രെയിൻസുകൾ നിങ്ങളെല്ലാം വാർത്ത കൊടുത്തതാണ്. ആദ്യം റെയിൽവേ മന്ത്രി തന്നെയാണ് അക്കാര്യം പ്രഖ്യാപിച്ചത്, നിങ്ങൾ വാർത്ത കൊടുത്തു. അത് പോരാ എന്നുള്ളത് മാധ്യമങ്ങളുടെ ഭാഗത്ത് വന്നു. ശരിയാത് മതിയായില്ല. ഞങ്ങൾ വീണ്ടും മന്ത്രിയെ കണ്ടു, വീണ്ടും 100 സ്പെഷ്യൽ ട്രെയിൻസ് അനുവദിച്ചിട്ടുണ്ട്, ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ കേരളത്തിലെ വികസനത്തോടൊപ്പം ഞങ്ങൾ. പക്ഷേ ഈ ഒന്നും ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര പദ്ധതികൾ, ജനോപകാരപ്രദമായ പദ്ധതികൾ, ഈ വികസന വിപ്ലവം അത് തമസ്കരിക്കാനുള്ള ആസൂത്രമായി നീക്കുക. ഇവർക്ക് ഇതേ സാധിക്കൂ. ഇവർക്ക് വികസനം കൊണ്ടുവരാൻ സാധ്യമല്ല, ആരെങ്കിലും കൊണ്ടുവരുന്ന വികസനത്തെ തമസ്കരിക്കുക. റെയിൽവേ രംഗത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പല അവരുടെ ഭരണപരമായ നടപടിക്രമങ്ങൾ പലതും എടുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ യാത്രക്കാർക്ക് കോട്ടാണോ നേട്ടാണോ? നിലവിൽ ആനുകൂല്യം നിഷേധിക്കുമോ? റെയിൽവേ ഇപ്പം പല നിശ്ചയിപ്പം ചില തീവണ്ടി പിന്നെ എൻജിൻ്റെ, ഞാനിപ്പോൾ ഇന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ എൻജിൻ അത് മെയിൻറ്റെയിൻസ് ചെയ്യുന്നത് ചില സമയം പാലക്കാട് പിന്നെ ഡിവിഷൻ ചെയ്യുന്നത് തിരുവനന്തപുരം ഡിവിഷനാക്കും, തിരുവനന്തപുരം ഡിവിഷൻ ചെയ്യുന്നത് ചില സമയം പിന്നെ കോയമ്പത്തൂരോ ആക്കും. മാത്രമല്ല, നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പിന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇനി നമ്മളിപ്പോൾ മംഗലാപുരം മാറ്റിയതിനെക്കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. ഇനി തിരിച്ച് പാലക്കാട് ഡിവിഷനോടൊപ്പം ചേരുവോ അല്ലെങ്കിൽ മാറി നിൽക്കുമോ, അത് വേറെ കാര്യം. ഇനി നമ്മളിപ്പോൾ നമ്മുടെ ഈ പാലക്കാട് ഡിവിഷൻ ഉള്ള വികസനത്തിന് നമ്മൾ കൂടുതൽ മുതൽ മുടക്കുന്നത് മംഗലാപുരത്താണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ തീവണ്ടിയുടെ പലതും ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. മാത്രം നമുക്ക് ആവശ്യത്തിലധികം ഭൂമി റെയിൽവേക്ക് മംഗലാപുരത്തുണ്ട്. അതുകൊണ്ടാണ് മെയിൻ്റെനൻസിൻ്റെ സംവിധാനം മുഴുവൻ നേരത്തെ അവിടെ ഉണ്ടാക്കിയത്. പിറ്റ് ലൈന് അവിടെയാണ് കൂടുതൽ നമ്മൾ സ്ഥാപിച്ചത്. സ്ലാബിംഗ് പിറ്റ് ലൈനിൽ നിന്ന് വണ്ടി അതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി നിർത്തുന്ന സ്ലാബിംഗ് എന്ന് പറയുന്നത് അതും അവിടെയാണ് സ്ഥാപിച്ചത്. അതായത് പാലക്കാട് ഡിവിഷനിൽ കൂടുതൽ നിക്ഷേപം വികസന രംഗത്ത് നമ്മൾ നടത്തിയത് എവിടെയാണ്? മംഗലാപുരത്താണ്. പക്ഷേ ഇനി ഉറപ്പ് പറയുന്നു, നമ്മുടെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ഈ റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതൽ പിറ്റ് ലൈൻ വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ പുതിയ തീവണ്ടികൾ ആരംഭിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ റെയിൽവേ സ്റ്റേഷനുകൾ മാറും. നമുക്ക് ലഭിക്കുന്ന കൂടുതൽ തുക ഈ മേഖലയിൽ ഈ സ്റ്റേഷനുകൾ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കും. പുതിയ വികസനം വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പറയുന്ന സ്റ്റേഷനുകളിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഉണ്ട്.
സ്വാഭാവികം. ഇത് വളരെ പ്രസക്തമായ ചോദ്യം. അതായത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ രാത്രികാലത്ത് നമ്മുടെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടികൾ യാത്രക്കാർ കൂടുതലുണ്ട്, ആവശ്യത്തിന് വണ്ടികളില്ല. അപ്പോൾ നമുക്ക് പുതിയ വണ്ടികൾ വേണം. ഒപ്പമുണ്ട് ഞങ്ങൾ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു മാധ്യമത്തിൽ നിങ്ങൾ പറയാതെ ഞാൻ പറഞ്ഞൊരു മാധ്യമത്തിൽ, മാതൃഭൂമിയോ മനോരമ എനിക്കറിയില്ല, പ്രിൻറ്റ് മീഡിയ ഞാൻ കണ്ടത്, ഒരു അതായത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് വടക്കോട്ടേക്ക് യാത്രക്കാരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ടതാണത്. യാത്രക്കാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. അത് മെമു ആണ് വേണ്ടത്, മെമു വേണം. ദീർഘദൂര തീവണ്ടികളാണോ വേണ്ടത്, ദീർഘദൂര തീവണ്ടികൾ വേണം. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കും നമ്മുടെ സ്ലീപ്പർ വന്ദേ ഭാരത് തീവണ്ടികൾ. അല്ലല്ല, അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെ നീക്കം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മൾ കേട്ടിരുന്നത്, ചർച്ച ചെയ്തിരുന്നത് സേലം ഡിവിഷനെക്കുറിച്ച്. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ സേലം ഡിവിഷനെക്കുറിച്ചാണ് വലിയ ചർച്ച നടക്കുക. കാരണം പാലക്കാട് ഡിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് നമുക്കന്ന് നഷ്ടപ്പെട്ടിരുന്നത്. അന്ന് നമ്മുടെ ഇവിടെ ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമാണ്. അന്ന് ഡിവിഷൻ്റെ വരുമാനം, അതുപോലെ ഈ ട്രാക്കിൻ്റെ നീളം, ഇതിലൊക്കെ ആ വികസനത്തിന് ലഭിക്കുന്ന തുകയുടെ ഒരു മാനദണ്ഡമായിരുന്നു. ഇപ്പോൾ ആ വികസന സങ്കല്പം മാറി. ഇത് കോൺഗ്രസ് രാജ്യത്ത് ഭരണം, കോൺഗ്രസിൻ്റെ ഭരണമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ കരുതുന്നത് അവരുടെ കാലത്തുള്ള വികസന സങ്കല്പമാണ്, അതിൽ മാനദണ്ഡമാണ് ഇപ്പോഴുള്ളതെന്നാണ്. അവരുടെ മാനദണ്ഡം ഉള്ളത് കൊണ്ടാണ് KC വേണുഗോപാലിനെ പോലെ ആളുകൾ മന്ത്രിയായിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത്. ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം നമുക്ക് AK ആൻ്റണിക്ക് കഴിവ് കുറവാണെന്ന് പറയാൻ പറ്റുമോ? ശ്രീമാൻ വയലാരവിക്ക് കഴിവ് കുറവാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുമോ? ഇല്ല. വേണുഗോപാലിന് കഴിവ് കുറവുണ്ടോ? കൊടിക്കുന്ന സുരേഷിന് കഴിവ് കുറവുണ്ടോ? മുല്ലപ്പള്ളി രാമചന്ദ്രന് കഴിവ് കുറവുണ്ടോ? അഹമ്മദിന് കഴിവ് കുറവുണ്ടോ? ശശി തരൂരിന് കഴിവ് കുറവുണ്ടോ? പക്ഷെ കേരളത്തിൽ എന്തെങ്കിലും സാധിച്ചോ? ഒന്നും സാധിച്ചില്ല. അത് കോൺഗ്രസിൻ്റെ വികസന സമീപനവും വികസന നിലപാടുമാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഒരു 5 നയാ പൈസയുടെ മുതൽ മുടക്ക് പോലും ഉണ്ടായില്ല. മാത്രമല്ല, നിങ്ങൾ നോക്ക്, 2011 റായ്ബറേലിയിലും നമ്മുടെ കഞ്ചിക്കോട്ടും ഒരേ സമയത്തല്ലേ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചത് UPA ഗവൺമെൻറ്? 2 വർഷം കൊണ്ട് റായ്ബറേലിയിൽ കോച്ച് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തല്ലോ. എന്തുകൊണ്ടാണ് ഈ 10 ആൾക്കാർക്ക് അന്ന് അവിടെ പോയിട്ട് ഇന്നിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അടുത്ത ഓണ ദിവസം കോൺഗ്രസ് MP-മാർ നമ്മുടെ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നതെന്നാണ്. ഇവർ 2011 എന്താ അവിടെ നിരാഹാരം അനുഷ്ഠിക്കാതിരുന്നത്? കോൺഗ്രസ് പ്രഖ്യാപിച്ചതല്ലേ കോച്ച് ഫാക്ടറി, 11 പ്രഖ്യാപിച്ചു. എന്നിട്ടോ കഞ്ചിക്കോട് നിന്ന് 21 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചാൽ ഉദ്ഘാടനം നടത്തി. ഒരു ഫലകയും വെച്ചിട്ട് ഉദ്ഘാടനം.